ഹലോ ഹായ് നമസ്തേ നമസ്കാരം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ എത്തിക്കഴിഞ്ഞു. സീസണൽ ആയിട്ടുള്ള പല റെസിപ്പീസും പല വീടുകളിലും തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മൗത്ത് വാട്ടറിങ് ഡിസേർട്ടാണ് അമ്മ നിങ്ങൾക്കായി ഇന്ന് കാണിച്ചു തരുന്നത്. ഈ ഒരു ഇംഗ്ലീഷ് ഡിസേർട്ട് എല്ലാ മലയാളികൾക്കും ഉറപ്പായും ഇഷ്ടപ്പെടും. നല്ല മോയിസ്റ്റായ സ്പോഞ്ച് കേക്കിൻ്റെ പുറത്ത് അല്പം ടോഫി സോസും കൂടിയിട്ട് നല്ല തണുത്ത വാനില ഐസ്ക്രീം ഇങ്ങനെ ഒലിച്ച് വരുമ്പം അതങ്ങോട്ട് ചേർത്ത് വായിലോട്ട് വെച്ച എൻ്റെ ദൈവമേ, ശരിക്കും ഹെവൻ ഇൻ ദ മൗത്ത് എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തായി പറയുന്നതെന്ന്. എന്നാൽ ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ സ്റ്റിക്കി ടോഫി പുഡിങ്ങിലേക്ക് കടക്കാം. എല്ലാവർക്കും കറീവത്ത് അമ്മയുടെ മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇതിനായിട്ടൊരു 500 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് എടുത്താൽ നന്നായിരിക്കും കേട്ടോ. കുരു മാറ്റിയ ശേഷം ഇതിപ്പോൾ ഒരു 500 ഗ്രാം ഉണ്ട്. ഒരു ബൗളിലേക്ക് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ഡേറ്റ്സ് നികക്കെ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഇപ്പം ഞാൻ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിനി ചൂടോട് കൂടി തന്നെ നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നല്ല സോക്കായി നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിനി അടച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ സിനമൺ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കറുവാപ്പട്ടയുടെ പൊടി സ്പൂൺ കൊണ്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതിനി നന്നായി ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ മിക്സറെ വെജാറിലേക്ക് ചേർത്ത് ഒന്നങ്ങ് ബ്ലെൻഡ് ആക്കിയെടുക്കാം. തീരെ അങ്ങ് ഫൈനായിട്ട് അരയണമെന്നില്ല. ഒരു മിക്സിംഗ് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, ഇതൊരു 170 ഗ്രാം ഉണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 300 ഗ്രാം ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഷുഗറാണ്, അത് മിക്സർ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള ഡാർക്ക് കളറിലുള്ള ബ്രൗൺ ഷുഗർ നോക്കി വാങ്ങണം. അത് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിലോട്ടൊരു 4 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്ത് ഒന്നും കൂടി അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ഓറഞ്ചിന്റെ സെസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി സെസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം ലാസ്റ്റിലെ ഗാർണിഷിങ്ങിനായിട്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 340 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, അത് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബേക്കിംഗ് പൗഡർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പതുക്കെ എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ആ ബ്ലെൻഡ് ചെയ്തെടുത്ത ഡേറ്റ്സ് കൂടി ഈ ബൗളിലേക്ക് ചേർക്കാം. തീരെ ഫൈനായിട്ടില്ല, കണ്ടില്ലേ, കുറച്ചങ്ങ് കോഴ്സായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. എല്ലാം കൂടി പതുക്കെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 2 ടൈപ്പ് ബേക്കിംഗ് ട്രേയിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹോളുള്ള ട്രേ ഇല്ലാത്തവർ ഇതുപോലെ ഒരു പ്ലെയിൻ ട്രേ ആണെങ്കിലും മതി. എൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗ്ലാസ് ഇതുപോലെ സൈഡ്സൊക്കെ ഗ്രീസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്പേസിലോട്ട് നമുക്ക് ടോഫി സോസ് ഫില്ല് ചെയ്തെടുക്കാനും പറ്റും. ഇനി മഫിൻസ് ട്രേ ഉണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ അതില്ല ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്രേയിൽ ചെയ്യുന്നത്. ചെറിയ ചെറിയ മഫിൻസിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് ടോഫി സോസ് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മുടെ ടോഫി സോസ് തയ്യാറാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 200 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 200 ഗ്രാം ബ്രൗൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 200 ml ഫ്രഷ് ക്രീമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി എല്ലാം കൂടി അങ്ങ് മിക്സായി നന്നായിട്ട് ഒന്ന് തിള വരണം. ഇത്രയും മതി. നമ്മുടെ ടോഫി സോസ് റെഡി ആയിട്ടുണ്ട്. അതാ കണ്ടില്ലേ,
ഈ ഒരു പരുവമായിരിക്കണം. കുറച്ച് ലൂസായിട്ടിരിക്കണം. ഇതിനെ നമുക്കങ്ങ് മാറ്റി വെക്കാം. നമ്മുടെ 2 കേക്കും ബേക്കിങ്ങിന് വെച്ചിരുന്നു. ഒരു 180 ഡിഗ്രീസിൽ 45 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. ഞാനിപ്പം ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. കേക്കിൻ്റെ ടോപ്പൊക്കെ ഞാനൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ സെൻറ്ററിലെ ഹോളിലേക്ക് നമ്മുടെ ആ ഒരു സോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓറഞ്ചിൻ്റെ സെസ്റ്റും അതിൻ്റെ പുറത്തായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഈ ഒരു കേക്കിൻ്റെ പുറത്തായിട്ട് 2 സ്കൂപ്പ് തണുത്ത ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കാം. ഇതും ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. നമ്മുടെ ഐസ്ക്രീമും ആ ടോഫി സോസും എല്ലാം കൂടി അങ്ങ് ഊസ് ഔട്ട് ചെയ്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സോസും ഐസ്ക്രീമും എല്ലാം കൂടി ചേർത്തിട്ട് വേണം നമ്മുടെ ആ ഒരു പീസ് കേക്ക് കഴിക്കാൻ. അപ്പോൾ ആ സോസ് അതിൽ നിന്ന് സ്പിൽ ഔട്ടായി ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ഒലിച്ചിറങ്ങണം. അതാണ് നമ്മുടെ സ്റ്റിക്കി ടോഫി പുഡിംഗ്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ബേസിക്കലി ഒരു കേക്കിൻ്റെ പുറത്ത് ടോഫി സോസും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡേറ്റ്സിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ്സും പിന്നെ ടോഫി സോസിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ്സും എല്ലാം കൂടെ വരുന്നത് കൊണ്ടാണ് സ്റ്റിക്കി ടോഫി പുഡിംഗ് എന്നതിന് പേര് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബ്രിട്ടീഷ് ഡെസേർട്ടാണ്. പ്രത്യേകിച്ച് ന്യൂ ഇയറിനും ക്രിസ്മസ് സീസണിലും ഒക്കെ തയ്യാറാക്കാറുള്ള ഒരു ഇംഗ്ലീഷ് ഡെസേർട്ടാണിത്. ഇനി ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ അമ്മയുടെ സ്റ്റിക്കി ഡേറ്റ്സ് പുഡിംഗ് വിത്ത് ഐസ്ക്രീമാണ്. ഞാൻ കഴിച്ചിട്ട് പറയാം എല്ലാവരോടും ഇതെന്തായിരുന്നു എന്നുള്ളത്. കണ്ടിട്ട് ശരിക്കും ഡെലിഷ്യസ് ലുക്ക് തന്നെയാണ്. പക്ഷെ ഇത് കഴിച്ചും കൂടെ ഞാൻ നോക്കട്ടെ. ഓ ഗോഡ്, യോ ശരിക്കും ഹെവൻ ഇൻ ദ മൗത്ത്. ക്ലാസ് കേട്ടോ. നിങ്ങളിത് കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഫ്രണ്ട്സിനോ ഗസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരത്ര ഹാപ്പി ആയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. എക്സലന്റ്, സോ സോസി, ക്രീമി. എന്തായാലും ഒരു ഇംഗ്ലീഷ് ഡെസേർട്ട് ആണെങ്കിലും നമ്മുടെ മലയാളികൾക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. ഒരു പീസും അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും 1 സ്പൂൺ ടോഫി സോസും കൂടെ ചേർത്ത് വേണം കഴിക്കാൻ. വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതുപോലെ സീസണൽ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ക്രിസ്മസ് സീസണിലോ അല്ലെങ്കിൽ ന്യൂ ഇയർ സീസണിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്.